ഹായ് ഡേഴ്സ്, എല്ലാവർക്കും പൊന്നു കല്ലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന 10 വെറൈറ്റിയുടെ കോംബോ വീണ്ടും തുടങ്ങി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജൈവ രീതിയിലാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിലേ വന്നതിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഹെൽത്തി ആകാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അതുകൊണ്ടാണ് നല്ല ചൂടൊക്കെ അല്ലേ. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 10 വെറൈറ്റിയുടെ കോംബോയാണ് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ. എല്ലാം അടിപൊളി വെറൈറ്റീസാണ്. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്ത് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്ന വെറൈറ്റീസാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ എന്ത് നല്ല ഭംഗിയാന്ന് നോക്കി, നല്ല തുരുതുരുന്ന പൂക്കളുണ്ടാകുന്നു. നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാം തൈകളാണ്. അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല പല പിങ്ക് വൈറ്റ് എല്ലാം ഒരു മിക്സഡ് കളർ മിക്സായി വരുന്നിട്ട് ഒരു ഇതാണ്. എപ്പോഴും പൂക്കളാണ് കേട്ടോ. ഇതിന് മഴയാണ് വേണ്ടത്, കൂടുതൽ മഴയോ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വെയിൽ ഒത്തിരി ഇഷ്ടമാണ്. വെയിൽ കൂടുതലനുസരിച്ച് പൂക്കൾ ധാരാളം ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി വെറൈറ്റീസാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ തൈകൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ റൂട്ടോട് കൂടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതുണ്ട് തായ്ലൻഡ് നല്ലൊരു ഇതുകൊണ്ട് ആനച്ചെവി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ തൈയുണ്ട് കേട്ടോ. അപ്പം 10 കളറിൻ്റെ കോംബോയാണ് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അടിപൊളി കിടിലം വെറൈറ്റി എന്ന് പറഞ്ഞാൽ കിടിലം വെറൈറ്റിയാണിത്. ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ. എന്നാന്ന് വെച്ചാൽ ഇതുപോലെ നല്ല നിറഞ്ഞ് ഒരു ദിവസം 10-200 പൂവുകൾ ഒരു ദിവസം വിരിയാതിരിക്കത്തില്ല. അത് രണ്ടോ 3 ദിവസം ഇങ്ങനെ ഇതുപോലെ അങ്ങ് നിൽക്കുവേ. ഒരാഴ്ചയോളം ഇതിൻ്റെ പൂക്ക് ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ്. അതിൻ്റെ അതുകൊണ്ട് വെരിഗേറ്റഡ് പിങ്ക് ഇതുകൊണ്ട് അടിപൊളി എന്ന് വെച്ചാൽ നോക്കിയേ എന്ത് രസമല്ലേ. വൈറ്റ് അതിൻ്റെ ഒരു എതളിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് നോക്കിയാൽ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന തൈ ആണ് നമ്മൾ ഇതുപോലെ വെച്ച് ഇതുപോലെ ആക്കിയെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട രാവിലെ വെട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ DAP എന്ന് പറഞ്ഞ വളം ഇട്ട് കൊടുക്കുക. അപ്പം 10 പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെയും 2-ാം ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കറക്റ്റായിട്ട് തരണം കേട്ടോ. എന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സ് വിളിച്ചാൽ അവർ എടുക്കുന്നില്ല, അറ്റൻഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 പാഴ്സൽ 2-3 തിരിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം അയച്ചോന്ന്. നമുക്ക് ഒത്തിരി പ്ലാൻസ് ഇങ്ങനെ ഓർഡർ വരുന്നതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരികയില്ല. എന്നാലും നമ്മൾ അയക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. അപ്പോൾ ഈ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നമ്മളിനി പ്ലാൻസ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച നമുക്ക് അവധി ദിവസമാണ്. അപ്പം കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വെക്കാം കേട്ടോ. ഈ വേഷക്കാലത്ത് പിള്ളേരും വീട്ടിലുണ്ട് ഇപ്പം. അപ്പോൾ അവരൊക്കെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവരെ ഇതുപോലെ ഈ മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് മാറ്റി ഈ ഫ്ലവറൊക്കെ ഇങ്ങനെ ചെയ്യാനും അവരെ പഠിപ്പിച്ചുകൊണ്ട് വരണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എന്ന് വെച്ചാൽ എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ പിള്ളേരെ ഇതുപോലെ ഞാൻ ശീലിപ്പിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ രാവിലെ വെള്ളം ഒഴിക്കാനും അവർ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ചെടികളുടെ ചെയ്യാനൊക്കെ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. അവർ രാവിലെയും പോയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവരെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേരാണ്. ഒരാൾ 4-ാം ക്ലാസ്സിലേക്ക് കയറുന്നു, ഒരാൾ 2ലേക്ക് കയറുന്നു. കൊച്ചുകുട്ടികളാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴേ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് വലുതാകുമ്പം അവർക്ക് ഇച്ചിരിയോടെ ഒരു ഇതല്ലേ പഠിച്ച് അങ്ങനെ അവരിൽ ആക്കിയെടുക്കണം. എനിക്ക് മൊബൈൽ ഉപയോഗം ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ കുട്ടികളെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുന്നതിന്. അതുപോലെ തന്നെ പച്ചക്കറികളാണേലും എല്ലാം നല്ല ഞാനിതെല്ലാം ഉൾപ്പെടുത്തണം എൻ്റെ കുട്ടികളെ. ഓക്കെ, അപ്പം നിങ്ങളും അതുപോലെ ചെയ്യുക. ഇങ്ങനെ എന്തിനാ വെറുതെ ഈ മൊബൈലൊക്കെ കണ്ണ് കളയുന്നു, ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കുന്നു അല്ലേ. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. നമ്മളിത് വർഷങ്ങളോളമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. മേടിക്കുന്നവർ വീണ്ടും വീണ്ടും മേടിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിത് പിടിച്ച് കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ചെറിയ കട്ടിങ്സ് എടുത്ത് നിങ്ങൾ വേറെ പൊട്ടി ചെറുതാക്കി പിടിപ്പിച്ച് എങ്ങനെ കണ്ടിന്യൂ ആയി കളയാതെ കൊണ്ടുവരിക. അതുകൊണ്ട് ഇതൊക്കെ എന്ത് നല്ല ക്യൂട്ടാന്ന് നോക്കി. രാവിലെയൊക്കെ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ഗുഡ് മോർണിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. എന്ത് രസമാണെന്നറിയാമോ. മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ചെടിയൊക്കെ വളർത്ത് നമ്മുടെ ഇതിനെ ഒത്തിരി അതും ഇതൊക്കെ ചെടി വെക്കാതെ ഈ ബോൾസ് ഒന്ന് കുറച്ചിങ്ങനെ ഇതിഷ്ടമുള്ളവർ ഇതൊന്ന് പരിപാലിച്ച് വേറെ ഒരു പൂക്കളിൻ്റെ ആവശ്യമില്ല, വേറെ ഒരു ചെടിയുടെ ആവശ്യമില്ലെന്നല്ല. നമുക്ക് ഭംഗി എപ്പോഴും പൂക്കൾ തരുന്ന എല്ലാവർക്കും കൂടുതലും പൂക്കളോടല്ലേ താല്പര്യം. അപ്പോൾ അതിനെ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ കൂടുതൽ പൂക്കൾ തരുന്ന വെറൈറ്റികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എന്ത് ഭംഗിയെന്നറിയാമോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റീസാണ്. ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കളാണ് കേട്ടോ. ഞാൻ തന്നെ എൻ്റെ പ്ലാന്റ്സിന് കണ്ണ് വെച്ചോണ്ടിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, എൻ്റെ കണ്ണൊന്നും ഏക്കത്തില്ല. എന്ന് വെച്ചാൽ അതുപോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഈ പൂക്കളെ, ഈ ചെടികളെ.
ഓക്കെ, ഞാൻ അതുകൊണ്ട് ആരെയും ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വീഡിയോ തീർക്കരുത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പൂക്കൾ കാണാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഇച്ചിരി ലെങ്ത് കൂട്ടിയിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഇച്ചിരി വീഡിയോയിൽ ഇച്ചിരി ലെന്ത് കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇത് ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമൊക്കെയുണ്ട്, പക്ഷേ ഇതൊന്നും പരിപാലനമൊന്നും അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. മെസ്സേജ് ഇട്ടാലും മതി, നമ്മൾ റിപ്ലൈ ടൈം കിട്ടുന്ന അനുസരിച്ച് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ബോട്ടിമിക്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതുണ്ടോ ഹാനച്ചേവിയൻ്റെ വെറൈറ്റി, ഇതൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ നല്ല വലുപ്പമാണേ, നല്ല വലുപ്പമാണ് ഈ ഫ്ലവറിന്. അപ്പോൾ 10 കളറാണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഉള്ളത്. 5ആയിട്ടും കൊടുക്കുന്നുണ്ട്, 10ആയിട്ടും വേണേൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 5ആയിട്ട് വേണേലും വാങ്ങാം, 10ആയിട്ടാണെങ്കിലും. വാട്സാപ്പിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ റേറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒത്തിരി വലിയ റേറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടും തരുന്നുണ്ട്. ഓക്കെ, വേണ്ടവർ പെട്ടെന്ന് പോന്നോളൂ. ഇനിയിപ്പം അവധിക്കാലമൊക്കെ അല്ലേ, ധാരാളം പേര് വാങ്ങുന്നുണ്ട്. ഇടുന്ന അനുസരിച്ച് നമുക്ക് തീരുന്നുണ്ട്. നമ്മുടെ തീരുന്ന അനുസരിച്ച് നമ്മൾ വെറൈറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും പൂക്കളുള്ളത്, കൂടുതലും ഉണ്ടാകുന്ന വെറൈറ്റി നോക്കിയാണ് നമ്മളിപ്പോൾ പിടിപ്പിച്ച് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അതാണ് എല്ലാവർക്കും താല്പര്യം. ചില വെറൈറ്റിക്ക് അങ്ങനെ ഒത്തിരി പൂക്കളൊന്നും ഉണ്ടാകില്ല, എന്നാൽ പക്ഷേ നമ്മൾ കൊടുക്കുന്ന എല്ലാ വെറൈറ്റിയും നല്ല നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഓറഞ്ചും റെഡും കൊണ്ട് മിക്സ് ചെയ്ത് മൾട്ടി ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇതിന് ആദ്യമൊക്കെ ഇച്ചിരി ടഫായിരുന്നു ഇത് പിടിച്ച് കിട്ടാൻ ഇതെല്ലാം. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലെ ഏത് ജില്ലകളിലും നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്ലാന്റാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.